ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ഓറിയോ ചോക്ലേറ്റ് ചീസ് കേക്കാണ്. നല്ല അടിപൊളി ടേസ്റ്റിലുള്ളൊരു ചീസ് കേക്കാണ്. ഇതിന് ബേക്കിങ്ങോ കുക്കിങ്ങോ ഒന്നും ആവശ്യമില്ല. വളരെ എളുപ്പമാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. കൊച്ചു കുട്ടികൾക്ക് വരെ ചെറിയ ഹെൽപ്പോട് കൂടി ചെയ്തെടുക്കാവുന്ന അത്ര ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കിടക്കാം. 3 ലെയറുകളിലായിട്ടാണ് നമ്മൾ ഈ ചീസ് കേക്ക് തയ്യാറാക്കുന്നത്. ആദ്യത്തേത് ബിസ്ക്കറ്റ് ലെയറാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ 6 ബിസ്ക്കറ്റ് പാക്കറ്റ്സാണ് എടുത്തിരിക്കുന്നത്. അതായത് 24 ബിസ്ക്കറ്റ്സ് ഉണ്ട് മുഴുവൻ. കൃത്യമായിട്ട് 24 ബിസ്ക്കറ്റ് എടുക്കണമെന്നൊന്നുമില്ല. കുറച്ച് കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല. ഇനി നമുക്ക് ഈ ബിസ്ക്കറ്റിൻ്റെ ഉള്ളിലെ ക്രീം ഒന്ന് മാറ്റി എടുക്കണം. അപ്പം ക്രീം നമ്മൾ രണ്ടാമത്തെ ലെയറിലാണ് ഉപയോഗിക്കുന്നത്. ആദ്യത്തെ ലെയറിൽ നമുക്ക് ഈ ബിസ്ക്കറ്റ് മാത്രം മതി. അപ്പം ഇതുപോലൊരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലെ ക്രീം ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റി വെച്ചാൽ മതി. ബിസ്ക്കറ്റും ക്രീമും 2 പാത്രങ്ങളിലാക്കി സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ക്രീം ഒന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ബിസ്ക്കറ്റ് മാത്രം മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം, ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇപ്പോൾ ആ ബിസ്ക്കറ്റ് നന്നായിട്ട് പൊടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ നിന്നൊരു 2 ടേബിൾ സ്പൂണോളം ബിസ്ക്കറ്റിൻ്റെ പൊടി ഞാനൊന്ന് മാറ്റി വെക്കുകയാണ് സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ട്. ഈ 2 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് ചെറിയൊരു ഓറിയോ ടേസ്റ്റ് സെക്കൻഡ് ലെയറിന് കൊടുക്കുകയുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ ടേസ്റ്റ് വേണമെങ്കിൽ കൂടുതൽ ബിസ്ക്കറ്റിൻ്റെ പൊടി സെക്കൻഡ് ലെയറിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനനുസരിച്ചിട്ട് ഇതിൽ നിന്ന് മാറ്റി വെക്കുകയും വേണം കേട്ടോ. ഇതിലേക്ക് 60 ഗ്രാമോളം ബട്ടർ ഉരുക്കിയത് ചേർത്ത് കൊടുത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പം ഈ ബിസ്ക്കറ്റിൻ്റെ പൊടിയൊക്കെ ബട്ടറിൽ നന്നായിട്ടൊന്ന് നനഞ്ഞ് കിട്ടണം. അൺസോൾട്ടഡ് ബട്ടറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുപോലെ ആ ബിസ്ക്കറ്റിൻ്റെ പൊടി ബട്ടറിൽ നന്നായിട്ട് നനഞ്ഞ് കിട്ടണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയറിനുള്ളത് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു ബേക്കിംഗ് ടിന്നാണ് എടുത്തിരിക്കുന്നത്. ഒരല്പം ബട്ടർ തൂത്തിട്ട് ഇതുപോലെ ബട്ടർ പേപ്പർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് നമുക്ക് ഈ ബിസ്ക്കറ്റിൻ്റെ കൂട്ടിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇത് സ്പൂണിൻ്റെ ഈ ബാക്ക് സൈഡോ അല്ലെങ്കിൽ ഗ്ലാസ് ഒക്കെ ഇല്ലേ അതിൻ്റെ അടിഭാഗമൊക്കെ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം ഇതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുക. അപ്പോഴത്തേക്ക് നല്ല കറക്റ്റായിട്ട് ഇത് ഒന്ന് സെറ്റായി വരും. ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്, ഫ്രീസറിലല്ല. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയർ തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് 1/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി 2.5 ടീസ്പൂൺ ക്ലിയർ ആൻഡ് അൺഫ്ലേവേർഡ് ജെലാറ്റിനും കൂടെ ചേർത്ത് കൊടുക്കണം. ജെലാറ്റിനൊക്കെ ഇപ്പം എല്ലാ സൂപ്പർ മാർക്കറ്റിലും തന്നെ അവൈലബിൾ ആണ്. ഇനി ജെലാറ്റിൻ കിട്ടിയില്ലെങ്കിൽ പകരം ചൈന ഗ്രാസ് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പോൾ അത് ഈ വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുക. അപ്പോഴത്തേക്കും ഈ ജെലാറ്റിനൊക്കെ ആ വെള്ളത്തിൽ നന്നായിട്ട് സോക്കായി കിട്ടും. 10 മിനിറ്റിന് ശേഷം കണ്ടോ നമ്മുടെ ജെലാറ്റിനൊക്കെ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്ത് ഉരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഡബിൾ ബോയിൽ ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും. അടുപ്പിൽ ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ജെലാറ്റിനുള്ള ബൗള് ആ വെള്ളത്തിൻ്റെ മീതെ വെച്ച് ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ആ ആവി കൊണ്ട് വേണം, ആവിയുടെ ചൂട് കൊണ്ട് വേണം ഇത് ഉരുക്കി കിട്ടാൻ വേണ്ടിയിട്ട്. ഇപ്പം ആ ജെലാറ്റിനൊക്കെ നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് 200 ml വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. നല്ല തണുത്ത വിപ്പിംഗ് ക്രീം തന്നെ ആയിരിക്കണം. അതിനുശേഷം ഒരു ഇലക്ട്രിക് ബീറ്റർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പം വിപ്പിംഗ് ക്രീമൊക്കെ നന്നായിട്ട് വിപ്പായി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് 200 ഗ്രാം ക്രീം ചീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്രിഡ്ജിലിരിക്കുന്ന ക്രീം ചീസ് ആണെങ്കിൽ കുറച്ച് നേരം മുമ്പേ തന്നെ പുറത്തെടുത്ത് വെച്ചിട്ട് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം വേണം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ. അപ്പോൾ ക്രീം ചീസ് ഒരു സ്പൂണോ സ്പാച്ചുലയോ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. അതിനുശേഷം ഇതിലേക്ക്
2 ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിൽ പകരം ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ചേർക്കേണ്ടത് നമ്മൾ ഓറിയോ ബിസ്ക്കറ്റിൽ നിന്ന് മാറ്റി വെച്ചിരുന്ന ക്രീം ഉണ്ടല്ലോ, അതാണ്. അതും കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് യോജിപ്പിച്ചെടുക്കണം. ഒട്ടും തന്നെ കട്ടയില്ലാതെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വിസ്ക്കാണ് നല്ലത്. അപ്പോൾ ഞാൻ ആ സ്പാച്ചുല മാറ്റി വിസ്ക് എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ബിസ്ക്കറ്റ് ക്രഷ് ചെയ്ത് കുറച്ച് മാറ്റി വെച്ചിരുന്നല്ലോ, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യുവാണ്. അപ്പോൾ ബിസ്ക്കറ്റിൻ്റെ കൂട്ടും അതിലേക്ക് യോജിച്ചിട്ടുണ്ട്. ഇനി ചേർക്കുന്നത് ജലാറ്റിനാണ്. അപ്പോൾ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്ത് മാറ്റി വെച്ചിരുന്നല്ലോ, അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ആ ജലാറ്റിനും ക്രീമും ഒരേപോലെ ഈവനായിട്ട് മിക്സായി കിട്ടണം. അല്ലെങ്കിൽ സെറ്റായി വരുമ്പോൾ നല്ല കറക്റ്റായിട്ട് സെറ്റായി കിട്ടണമെന്നില്ല. ഇപ്പോൾ ആ ജലാറ്റിന് അതിലേക്ക് നന്നായിട്ട് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ചേർക്കാനായിട്ട് ബാക്കിയുള്ളത് നമ്മൾ നേരത്തെ വിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വിപ്പിംഗ് ക്രീമാണ്. അതും കൂടെ കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കാം. അങ്ങനെ വിപ്പിംഗ് ക്രീം മുഴുവൻ അതിലേക്ക് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ലെയറിനുള്ള കൂട്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റാവാൻ വെച്ചിരുന്ന ഫസ്റ്റ് ലെയർ നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മേലയിലേക്കാണ് നമ്മൾ ഈ രണ്ടാമത്തെ ലെയറിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഒരു 2 മണിക്കൂറോളം വീണ്ടും ഇത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോഴേക്കും സെക്കൻഡ് ലെയറും സെറ്റായി കിട്ടും. 2 അല്ലെങ്കിൽ 3 മണിക്കൂർ അത്രയൊക്കെ എടുക്കുകയുള്ളൂ. ഫ്രിഡ്ജിലാണ് വെക്കേണ്ടത്, ഫ്രീസറിലല്ല. ഇനി നമുക്ക് മൂന്നാമത്തെ ലെയർ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതൊരു ചോക്ലേറ്റ് ഗനാഷ് ലെയറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കുക. അതിൻ്റെ മുകളിലേക്ക് ഒരു ഗ്ലാസ് ബൗളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബൗളോ വയ്ക്കുക. ഇതിനകത്തേക്ക് നമ്മളൊരു 1/2 കപ്പ് സെമി സ്വീറ്റ് ചോക്ലേറ്റ് ചിപ്സ് ചേർത്ത് കൊടുക്കുവാണ്. ഡാർക്ക് ചോക്ലേറ്റ് വേണമെങ്കിലും ചേർക്കാം. പിന്നെ ചേർക്കുന്നത് 1/2 കപ്പോളം വിപ്പിംഗ് ക്രീമാണ്. നമ്മൾ എത്ര ചോക്ലേറ്റ് എടുക്കുന്നോ അത്രയും തന്നെ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുക. വിപ്പിംഗ് ക്രീമിൻ്റെ അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഗനാഷ് ലൂസായി പോകും. അപ്പോൾ അത് സെറ്റായി കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് എടുക്കുന്ന അതേ അളവിൽ തന്നെ വിപ്പിംഗ് ക്രീമും എടുക്കുക. എന്നാലേ ഉള്ളൂ ആ ടോപ്പ് ലെയർ നല്ല കറക്റ്റായിട്ട് സെറ്റായി കിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കണം. കണ്ടോ, ഇതുപോലെ ഉള്ള കൺസിസ്റ്റൻസിയിൽ നമുക്ക് മെൽറ്റായി കിട്ടും. പിന്നെ ഇത് തയ്യാറാക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ സെക്കൻഡ് ലെയർ ഏകദേശം സെറ്റായി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഗനാഷ് തയ്യാറാക്കിയാൽ മതി. നേരത്തെ തയ്യാറാക്കി വെച്ചാൽ ഗനാഷ് കട്ടിയായി പോകും. പിന്നെ വീണ്ടും ക്രീമൊക്കെ ചേർത്തിട്ട് ലൂസാക്കി എടുക്കേണ്ടി വരും. അപ്പം നമ്മുടെ സെക്കൻഡ് ലെയർ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ചോക്ലേറ്റിൻ്റെ ലെയറും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പം നേരെ കുത്തി ഒഴിക്കാതെ ഇതുപോലൊരു സ്പൂണിൻ്റെ മേലെ കൂടെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ സെക്കൻഡ് ലെയറിൻ്റെ അതിന് ഇങ്ങനെ കുഴുവൊന്നും വരാതെ നല്ല കറക്റ്റായിട്ട് ഇരുന്നോളും. ഇനി ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് എല്ലായിടത്തേക്കും ആ ചോക്ലേറ്റിൻ്റെ ലെയർ ഒന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒരു 10-15 മിനിറ്റ് കൂടെ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോഴത്തേക്കും അത് നല്ല കറക്റ്റ് സെറ്റായിട്ട് വരും. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ലെയറും ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ റെഡിയാക്കി വന്നപ്പോഴത്തേക്കും വൈകുന്നേരമായി. അപ്പം ഇനി അങ്ങോട്ട് കാണുന്ന വീഡിയോയിൽ കുറച്ച് ലൈറ്റിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. അതുപോലെ തന്നെ കുറച്ചൊക്കെ മൊബൈലിലും കുറച്ച് ക്യാമറയിലും ഒക്കെ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു ലൈറ്റ് വേരിയേഷനൊക്കെ ഉണ്ടാവും കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ചോക്ലേറ്റ്സ് വെച്ചിട്ട് തന്നെ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഡെക്കറേറ്റ് ചെയ്തൊക്കെ കൊടുക്കുന്നത് നമ്മുടെ ഇഷ്ടം പോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ. എനിക്ക് വലിയ അങ്ങനെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യാനൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ചെറുതായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. ഓറിയോ ചോക്ലേറ്റ് ചീസ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ആ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ടേസ്റ്റും ഒപ്പം ചീസും ചോക്ലേറ്റ് ഗനാഷും എല്ലാം കൂടെ ആകുമ്പം സൂപ്പർ ടേസ്റ്റിയാണ് നമ്മുടെ ചീസ് കേക്ക്. മറക്കാതെ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടും. കുറച്ച് സമയം എടുക്കുമെന്നുള്ളതേ ഉള്ളൂ, പക്ഷേ ആ സമയമെടുത്ത് ചെയ്യുന്നതിൻ്റെതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ട് ഈ ചീസ് കേക്കിന്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണേ. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ വീണ്ടും വേറൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ.